ദൈവത്തിന്റെ അതിപരിശുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് പകൽ നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് സ്നേഹത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. സ്തോത്രം. ഇന്ന് പകല് സന്തോഷം നിറഞ്ഞൊരു പകൽ, അനുഗ്രഹപ്പെട്ട ഒരു പകൽ. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തം, ആ ദൈവത്തിന്റെ ദൂതുകൾ, ദൈവത്തിന്റെ നന്മകൾ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ യഥാർത്ഥമായി നമ്മൾ പ്രാപിക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ആര് തരും? സ്തോത്രം. ദൂത് ദൈവം നമ്മളോട് പറയും. ദൂത് അനുഭവിച്ചെടുക്കേണ്ട ആരുടെ മുതലേ? ദൂത് പറഞ്ഞ എന്തുകൊണ്ടാണ്? അത് ദൈവം നമുക്ക് തരുമെന്ന് നമ്മൾ ഉറപ്പിക്കും. ദൂത് എപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ്. നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ദൈവത്തിന്റെ ദൂത്. അപ്പൊ ദൂത് നമുക്ക് തരുമെന്ന് ആര് പറയുമ്പോൾ, കർത്താവ് പറയുമ്പോൾ അപ്പോഴും മുതൽ പ്രാർത്ഥിച്ചോ, ശക്തമായിട്ട് ഏറ്റെടുക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. അത് തരേണ്ട ചുമതല കർത്താവിനുള്ളതാണെങ്കിൽ ഏറ്റെടുക്കേണ്ട ചുമതല നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇരിക്കും. ദൂത് വേഗത്തിൽ നമ്മളെ പ്രാർത്ഥന തടുത്തു പോയാൽ ദൂത് താമസം, ദൂത് മാറത്തില്ല. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ സമയെക്കുറിച്ച് നമ്മളെ കുറിച്ചുമെല്ലാം ദൂത് നമ്മൾ വായിച്ചു, വചനപ്രകാരം നമ്മൾ വായിച്ചു. അപ്പൊ പറഞ്ഞു ദൂത് മാറിപ്പോകില്ല, താമസം വന്നാലും ദൂത് നിവർത്തിയാകണം. ദൂത് നിവർത്തിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൂതിലേക്ക് മാറണം. സ്തോത്രം. എന്ന് പറയാൻ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം, വലിയ സന്തോഷവും സ്തോത്രം. ആരോഗ്യം ദൈവം കൊണ്ടുവന്നേ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം. സ്തോത്രം. ഒരു കുഞ്ഞാട്ട് വന്ന സമയം ആരോനെ ദൈവം സ്തോത്രം മെച്ചറായി ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കുന്നു. ആരോനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്തോത്രമാല അനേകം ദൂതുകളുണ്ട്. എങ്കിലും ഇന്ന് പകരം പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമൊരു ആലോചന പറയാം. മോനെ ഞെട്ടിക്കുന്ന റിസൾട്ടുകളായിരിക്കും മോനെ ഈ വർഷം കോളേജിന് പുറത്തു വരുന്നത്. ആ കോളേജിൽ ഇതുവരെ കിട്ടാത്ത ഒരു റിസൾട്ട് മോന്റെ ജീവിതത്തിനകത്ത് ദൈവം തരും. സ്തോത്രം. അതേപോലെ ഭാവി കാര്യങ്ങളിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത് ആ റിസൾട്ട് പഠിച്ചതൊന്നുമല്ല, അതിനപ്പുറമായ ഒരിക്കലും എനിക്ക് അർഹതപ്പെടുവാൻ കഴിയാത്ത ഒരു മേഖലയിലായിരിക്കും, ജോലിയിലേക്കായിരിക്കും ആര് കൊണ്ടുപോകുന്നത്? കർത്താവ് കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഒരു വാതിൽ പോലും അടയത്തില്ല. സ്തോത്രം. ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ പല കാര്യങ്ങളിനകത്ത് അമികാലയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പല ഘട്ടത്തിനകത്തും, സാമ്പത്തിക കാര്യത്തിനകത്തായാലും ആരോഗ്യ കാര്യത്തിനകത്തായാലും അമികാലയിൽ സ്തോത്രമായ മറ്റുള്ള കാര്യത്തിനകത്തെല്ലാം ദൈവസഭ വിശ്വസിച്ചപ്പോൾ തക്കതായ സമയത്ത് ദൈവം വഴി തുറന്നത്, മുമ്പേ തുറന്നത്. ആ സ്പോട്ടിലേക്ക് ആവാറാകുമ്പോൾ ദൈവം വഴി തുറന്നു. ഇതുവരെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന നൂല് വലുതാണ്, നിന്റെ വിജയം വലുതാണ്. പലരും നിന്നെ നോക്കി പുറത്തു വരുന്നത് കാരണം അവരുടെ ദൃഷ്ടിയും അവരുടെ ചിന്തകൾക്കെല്ലാം അപ്പുറമായി സ്വർഗ്ഗത്തിന്റെ ദൈവം പറയുക, ഒരു വലിയ റിസൾട്ടോട് ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. അങ്ങനെ രാത്രിയാവുന്നവരുടെ കണ്ണീരിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി പോലെ അവരെ പുറത്തു കൊണ്ടുവരുന്നത്, ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് ദൈവത്തിൽ വിളിച്ചതാണ്. അതുപോലെ വെറുതെ ദൈവം നിർത്തത്തില്ല. ഇറങ്ങി കഴിഞ്ഞാൽ വെറുതെ നിർത്തി അപ്പോഴേ അടുത്ത പരിപാടിയിലേക്കാണ്. തിരക്കേറിയ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. അതേപോലെ മോനെ ശക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, സ്തോത്രം, മോൻ ജോലി ചെയ്താലും ദൈവവേല ശക്തമായിട്ട് കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടും. കർത്താവിന് വേണ്ടി അനേകരെ നേടും. സ്തോത്രം. ദൈവത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടും. അത് വന്നപ്പം മുതലുള്ള അമികാലിലേക്ക് സ്തോത്രം നമ്മുടെ സഭയ്ക്കകത്ത് വരുമ്പോൾ മുതലുള്ള ദൂത പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ശക്തമായിട്ട് ആര് കൊണ്ടുവരും? കർത്താവ് ഉപയോഗിക്കും. സ്തോത്രം. ആ കുടുംബത്തിനകത്ത് തലമുറയിൽ കിടക്കുന്ന ദൈവത്തിന്റെ കൈമാറ്റത്തിന്റെ പകർച്ചകളുണ്ട്. അത് അമികാലിലെ അത് പൂർത്തീകരിക്കേണ്ട കാര്യം കർത്താവുണ്ട്. അത് നിശ്ചയമായി ആരോടെ കൊണ്ടായിരിക്കും അത് പൂർത്തീകരിപ്പിച്ച ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നത്. ദൈവം ആ ശുശ്രൂഷയെ ഉപയോഗിക്കും. അതിനകത്ത് നമ്മൾ സഭയായിട്ട് സന്തോഷിക്കും. ഭാവി അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മുടെ സഭയെ അനുഭവിക്കുമ്പോഴും അതിനകത്ത് ആർക്ക് സന്തോഷിക്കാം?
നമുക്ക് അവരുടെ കുടുംബമായി നിന്ന് സന്തോഷിക്കാം. സ്തോത്രം. സുരേഷിനെയും അമ്മകളെ സ്തോത്രം. പ്രിയാചാരെയും അമ്മകളെ മോനെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തെ ദൈവം കൊണ്ടുവന്ന വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവം ഒരുക്കിയല്ലോ. അമ്മകാലൊരു സാക്ഷ്യം കേട്ടല്ലോ. ദൈവം ആ കുഞ്ഞിനെ കൊടുത്ത റിസൾട്ട്, ഇനിയും ദൈവം കൊടുക്കാൻ പോകുന്ന റിസൾട്ട്, വികാരങ്ങളെല്ലാം അനുഗ്രഹമാക്കി ദൈവം അനുഗ്രഹിക്കുന്ന ദൈവ കൃപയെ ഓർത്ത് നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഈ ഹൃദയവർഷത്തിന്റെ ആരംഭത്തിൽ അകത്ത് പലയിടത്ത് ആരാഴ്ച എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ സ്തോത്രം. അവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായി ചെയ്യും. അതിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ എന്ത് ചെയ്യാറുണ്ട്? പൂർത്തീകരിക്കാറുണ്ട്. നിശ്ചയമായി ദൈവം അവരെ അനുഗ്രഹിക്കും. സ്തോത്രം. നമ്മൾ പാപം ചെയ്യുന്നത് വെറുപ്പോടെ. പാപം ചെയ്യുന്ന സന്തോഷം. നമ്മൾ പാപം ചെയ്യുന്നത് വെറുപ്പോടല്ല, സന്തോഷത്തോടെ. സന്തോഷത്തോടെ. പാപം എന്ന് പറയുന്നത് പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അയ്യോ പിശാചെ ഈ പാവം ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ചാടി മനസ്സോടായി. എല്ലാവരും ഇരിപ്പോ നോട്ടം കണ്ടു പാസ് ചിലപ്പോൾ ചെയ്യും, നമ്മൾ ചെയ്യത്തില്ല. പാവം സന്തോഷത്തോടാ പാവം ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരെ കൊണ്ടുവന്ന് കർത്താവിന്റെ പെടലില്ലാത്ത ഒരു കാര്യമൊന്നുമുണ്ട്. എന്തുവാ സാഹചര്യം അതായിരുന്നു. അതല്ലെങ്കിൽ അടുത്തൊരു വാക്കുകൾ പറയും. എന്തു പറയുന്നേ? കർത്താവ് അറിയാതെ ഒന്നും നടക്കത്തില്ല. നമ്മള് ബൈബിൾ പഠിച്ചു നോക്കുമ്പോൾ ആദാമും പാവം ചെയ്യുന്ന സന്തോഷത്തോടാ. യോ അതൊന്നും പാടില്ല എന്നൊന്നും അവര് പറഞ്ഞില്ല. പറഞ്ഞോ? പാപം നമ്മുടെ ജീവിതത്തിലേക്ക് പിശാച് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ വലിയ നമ്മളെ കുറിച്ച് വലിയ കരുതലെല്ലാം കൊണ്ടുവന്ന് അവൻ പറയുന്നത്. കരുതലോടാ പറയുന്നത്. നമ്മൾ ഓർക്കും ഇത്രയും കരുതൽ പെറ്റമ്മയ്ക്ക് പോലും ഇത്രയും കരുതൽ. ആ രീതിയിൽ ആര് കൊടുക്കരുന്നത്? പാപം ചെയ്യാൻ വേണ്ടി പിശാച് നമ്മളെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരും. കുറെ കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മൾ ചിലപ്പോൾ അതിനെതിരാണെങ്കിൽ ആ എതിരിനെ എല്ലാം മാറ്റുന്ന ചില ചിന്തകളും സംസാരങ്ങളെല്ലാം ആര് കൊണ്ടുതരും? അതിനകത്ത് ആര് വീഴ്ത്തും? പിശാച് വീഴ്ത്തും. നന്മ ചെയ്യുന്നത് നമ്മൾ സന്തോഷത്തല്ല, പേടിച്ചത്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ തീപ്പൊയ്യെ തല്ലി. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആ പാപം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? സന്തോഷത്തോടാണ്. ദൈവം നമുക്ക് കത്തിയില്ല. ഞാൻ പറയാം. സ്തോത്രം. ഞാൻ പറയാം. സ്തോത്രം. കള്ളം പറഞ്ഞാൽ കർത്താവ് ശിക്ഷിക്കും എന്ന് ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചതുകൊണ്ട് നമ്മൾ കള്ളം പറയുന്നത് പേടി. അപ്പൊ അവിടെ എന്ത് വന്നേ? സന്തോഷത്തോടാണ്. എങ്ങനെ വന്നേ? പേടി വന്നു. ആർക്കിഷ്ടമല്ലെന്ന്? കർത്താവിന് ഇഷ്ടമല്ല. ആരാധന കൂടാതെ വീടിനകത്ത് ഇരുന്നാൽ എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. എനിക്ക് ആരാധനയ്ക്ക് പോകണം. ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോയില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് അതിലും വലിയ അടി കിട്ടും എന്ന് പറഞ്ഞ് പേടിയുണ്ട്. ആരാധനയ്ക്ക് പോകണം. ഒന്നാമത് പേടിയാണ്. രണ്ടാമത് നമുക്ക് അതിനകത്ത് സന്തോഷം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളത് നമുക്കൊക്കെ ആരാധനയ്ക്ക് വന്ന സന്തോഷം പ്രാപിക്കും. ഇല്ലേ? നമ്മൾ പേരിന് വേണ്ടി ആരാധനയ്ക്ക് വന്ന് പാസ്റ്ററിനെ പേടിച്ചോ അല്ലെങ്കിൽ സഭയെ പേടിച്ചോ അല്ലെങ്കിൽ കർത്താവിനെ പേടിച്ചോ ആരാധനയ്ക്ക് വന്ന സന്തോഷം പ്രാപിക്കത്തില്ല. ആ പേടിയോടെ നമ്മൾ വരുന്നത്. പക്ഷെ ഒരു ഞായറാഴ്ച പോലും നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ദൈവത്തെ സ്തുതിച്ചാൽ മതി, ദൈവത്തെ ആരാധിച്ചാൽ മതി എന്നുള്ള സന്തോഷത്തോടെ പേടിയോടെ നമ്മൾ ആരാധനയ്ക്ക് വന്നിരുന്നാൽ വല്ലോ എന്ന ദൈവത്തിന് പ്രാപിക്കാതിരിക്കും. ആരെങ്കിലും എല്ലാം പേടിച്ച് അയ്യോ പേരിന് വേണ്ടി വന്നിരുന്നാൽ ഒന്നും പ്രാപിക്കാൻ പറ്റില്ല. പ്രാപിക്കാൻ പറ്റുമോ? പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, കർത്താവിന്റെ ന്യായപ്രമാണത്തെ പേടിക്കണം. രണ്ട്, ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. ദൈവത്തിന് നന്ദിയുള്ളവരായി തീരണം. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം. ഞാൻ ഒരു കാര്യം കൂടെ ദൈവമക്കളോട് ഞാൻ പറയാം.
ഒരു ശനിയാഴ്ച രാവിലെ മുതൽ നിങ്ങൾ ഒരുങ്ങിക്കോണം. നാളെ ഞായറാഴ്ച എനിക്ക് ആരാധനയ്ക്ക് പോകണം. അതിന് തടസ്സമായ ഒന്നും എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാവല്ലേ എന്ന് എന്ത് ചെയ്യണം? ശനിയാഴ്ച മൊത്തം ഒരുക്കത്തിന്റെ ദിവസമാണ്. ഒരുക്കത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോയി സംസാരിച്ച് നിന്റെ ആത്മീയത നഷ്ടപ്പെടുത്താതെ ശനിയാഴ്ച രാവിലെ മുതൽ നീ ഒരുക്കത്തോടിരിക്കണം. ഞായറാഴ്ച എനിക്കൊന്ന് പോകണം. ഞായറാഴ്ച കിട്ടുന്ന 2-3 മണിക്കൂർ എന്റെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു ദിവസമായി തീരും. എന്റെ ദൈവത്തിനെ മാറ്റിമറിക്കുവാൻ കഴിയും. ഇതുവരെ എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില വിഷയത്തിനകത്ത്, ഇത്രയും കാലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്ന വിഷയത്തിനകത്ത്, പരിഹാസ വിഷയത്തിനകത്ത്, അപമാന വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ആ 2-3 മണിക്കൂറിനകത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എനിക്കും എന്റെ തലമുറയ്ക്കും എന്റെ കുടുംബത്തിനകത്ത് എന്റെ ആവശ്യത്തിനകത്ത് എന്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് നീ ഒരിക്കൽ ശനിയാഴ്ച കൊണ്ട് നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായി പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവമക്കളെ, ഞായറാഴ്ച നീ ആലയത്തിനകത്ത് കയറി വരുമ്പോൾ തന്നെ ആ അനുഗ്രഹം നിന്റെ മേലിലേക്ക് അങ്ങോട്ട് കൈമാറും. പിതാവുപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം അത് നീ അങ്ങോട്ട് ആരാധന തുടങ്ങുമ്പോൾ മുതൽ നീ അനുഭവിക്കാൻ തുടങ്ങും. ആരാധനയുടെ 3 മണിക്കൂർ സമയം എങ്ങനെ പോയെന്നതിന്റെ കഴിയത്തില്ല. അത്രയും സാന്നിധ്യം നിന്റെ ശരീരത്തിനകത്ത് വരും. ശനിയാഴ്ച വരെയുള്ള ചില ചോദ്യചിഹ്നങ്ങൾ, ശനിയാഴ്ച വരെയുള്ള ചില പ്രതികൂലങ്ങൾ, ശനിയാഴ്ച വരെയുള്ള ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു മറുപടിക്ക് കാരണമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ ഞായറാഴ്ചക്ക് ഈ ശനിയാഴ്ച വരെ ഞാൻ അനുഭവിച്ച ചില പ്രതികൂലത്തിനകത്ത്, ചോദ്യചിഹ്നത്തിനകത്ത്, എന്റെ ശാരീരികമായി മാനസികമായി എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചില വിഷയത്തിനകത്ത് ഇല്ലായ്മയിൽ ദൈവം എനിക്ക് അതെല്ലാം മാറ്റി പൂരിപ്പിച്ച് എന്നെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി എന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റം നൽകുന്നതായിരിക്കും. അടുത്ത ഞായറാഴ്ച ആരാധന എന്ന് പറഞ്ഞ് ഈ ശനിയാഴ്ച മുതൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ആ പിറ്റേന്നത്തെ ആരാധന നീ കയറി ചെല്ലുമ്പോൾ തന്നെ നിനക്ക് ചോദിച്ചിതമായി നിലനിൽക്കുന്ന, പ്രതികൂലമായി നിൽക്കുന്ന ചില വിഷയത്തിനകത്ത് സ്വർഗം നിനക്കായി ചില വഴികൾ തുറക്കും. അത് ഒരു വ്യക്തിക്ക് ആ വാതിൽ അടയ്ക്കുവാൻ കഴിയും. Hallelujah. Hallelujah. Praise the Lord. അപ്പോൾ നന്മ ചെയ്യാൻ നമുക്ക് ഒന്നാമത് പേടി. നന്മ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവമാണ്. ഭയത്തോടെ നന്മ ഓരോ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ തിന്മ ചെയ്യാൻ എന്തില്ല? ആഗ്രഹത്തോടെ. തിന്മ ചെയ്യുന്നത് എന്തുവാ? സന്തോഷത്തോടെ. അല്ലാതെ അത് പേടിച്ചൊന്നുമല്ല. അയ്യോ കർത്താവേ ഞാനത് ചെയ്ത ഇപ്പൊ ഞാനത് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ശിക്ഷ കിട്ടും. പേടിയൊന്നുമില്ല. നന്മ ചെയ്യാൻ ചാടി മുന്നില്ല, ഒരു ആലോചനയില്ല. പക്ഷെ നന്മ ചെയ്യാൻ കുറെ നേരം ആലോചിക്കും. കർത്താവ് ഞാനിപ്പോ അങ്ങനെ വചനപ്രകാരം ജീവിക്കുന്ന ഒരാളാ. ഞാൻ വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം ജീവിക്കുന്ന ഒരാളാ. ഞാൻ ഇങ്ങനെ വചനത്തിനകത്ത് പറഞ്ഞു തെറ്റാണെന്ന് പറയുന്നു. പക്ഷെ ഞാൻ അതിപ്പം ചെയ്ത ചിലവർക്ക് എന്നോട് ദേഷ്യം തോന്നും. ഞാൻ എന്തോ ചെയ്യണം കർത്താവേ? പറയത്തില്ലേ? ഇന്ന് വചനത്തിന് വിപരീതമായ അനേക കാര്യങ്ങൾ നടപ്പുണ്ട്. ദൈവജനം മിക്കാറുള്ളവരെല്ലാം അതിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. ഈ നന്മ തിന്മ ചെയ്യാൻ നേരം അങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല. നീ കാര്യം വീട് കഴിഞ്ഞിട്ട് കർത്താവേ ഞാൻ അറിഞ്ഞില്ല കർത്താവേ. ചിലവരോട് ഭയങ്കര പ്രാർത്ഥനയാണ്, ഭയങ്കര വാസ്തവിപ്പം, ഭയങ്കര കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷെ സംസാരം വെറുതെ എല്ലാം ആരുമായിട്ടകത്താണ്. പുറമേ ഇതെല്ലാം അകത്ത് ആരുമായിട്ട് ബന്ധമില്ല. കർത്താവായിട്ട് ബന്ധമില്ല. ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുന്ന എന്ത് ചെയ്യണം? പുറമേ ഉള്ളതല്ല. കർത്താവ് പുറമേ നീ വെടുപ്പാവണ്ട, നിന്റെ അകമേ വെടുപ്പാവണ്ട. അകമേ വെടുപ്പായിട്ട് നീ പുറമേ എന്ത് ചെയ്യും? ശുദ്ധി പ്രാപിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അകമേ വെടുപ്പായിട്ട് ദൈവസന്നിധി നീ ചോദിക്കുന്ന ഏത് വിഷയത്തിനകത്തും ആരും മറുപടി തരും. സ്തോത്രം. ഞാൻ ഓർക്കുക, പാപം ചെയ്യാൻ
നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോൾ പോലീസുകാർ വിളിച്ച് ഒരു കാര്യം ചോദിച്ചാൽ ഉടനെ നമ്മൾ കള്ളം പറയും. ശരിയാണോ പറയുന്നത്? എങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയാൻ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ചിലപ്പം അങ്ങോട്ട് പോകുന്ന മുമ്പിൽ പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് കാണുന്നില്ല, നമ്മൾ ഉടനെ വീട്ടിൽ ഇരിക്കുമല്ലോ സാധനം. സ്തോത്രം. ഞാൻ വേണമെങ്കിൽ സ്തോത്രം സാറേ എന്റെ ഇപ്പോ ഇല്ല, ഉടനെ കള്ളം വന്നു. അത് സന്തോഷത്തോടെ പറഞ്ഞു. അന്ന് നല്ല നീതിയോട് ഞാൻ സത്യം പറയുമ്പോ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല എന്ന് നമ്മൾ പറയും. ചിലപ്പോ ഈ പൊട്ടനെ വിശ്വസിക്കാൻ വിട്ടാലോ 500 രൂപ ഞാൻ രക്ഷപ്പെട്ടു. പിടിച്ചാ പോയി 500 രൂപ ചിലപ്പോ ഒരു വാക്കിൽ അങ്ങ് രക്ഷപ്പെട്ടാലോ. അവിടെ നന്മയൊന്നും ചെയ്ത് ഞാൻ ഉദാഹരണം പറഞ്ഞേ, ഇതൊന്നും അല്ല, ഇതിൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സ്തോത്രം. ഇത് വെറും സിമ്പിൾ ആക്കിയാൽ എന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. സ്തോത്രം. പാപം ചെയ്യാൻ നമ്മൾ സന്തോഷത്തോടെ പാപം ചെയ്യുന്നു. സ്തോത്രം. ഒരുത്തൻ നമ്മളോട് കയറി എതിർത്ത് സംസാരിച്ചാൽ സന്തോഷത്തോടെ നമ്മൾ മറുപടി കൊടുക്കും. സ്തോത്രം. അവിടെ പാവമൊന്നും നമ്മൾ നോക്കുന്നില്ല. സ്തോത്രം. പക്ഷെ നന്മ ചെയ്യണമെങ്കിൽ ഇച്ചിരി എല്ലാം ചെയ്യും. നമ്മൾ ആലോചിക്കും. ആ നന്മ ഇത് പൂർണ്ണമായി നമ്മൾ ചെയ്യണമെന്നെല്ലാം പറയുമ്പോൾ നമുക്ക് സ്തോത്രം. വചനത്തിനകത്ത് പറയുന്നു, ഇന്ന ഭാഗത്ത് എനിക്ക് മാറാൻ പറ്റത്തില്ല. സ്തോത്രം. അത് എങ്ങനെ കർത്താവ് ഇത് ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടെല്ലാം നന്മ എന്ത് ചെയ്തു. അതുകൊണ്ട് ആദാമോവൻ തെറ്റിയതേ. അവര് പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇത് പറിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞു, പറിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കാട്ടി വലിയവനാവും എന്ന് പറഞ്ഞപ്പോഴേ അവർ പരിപാടി നിർത്തി. അവർ സന്തോഷത്തോടെ പാപം ചെയ്തു. ആദാം ചെയ്തു, അവ്വ ചെയ്തു. യേശുവിനെ പറഞ്ഞിടാ, ആദാമൻ നിന്നെ ഞാൻ ഉണ്ടാക്കി. സ്തോത്രം. നിന്നെ ഉണ്ടാക്കിയത് ഞാൻ. ആദാമ അവ്വ എങ്ങനെ നിനക്ക് കൂട്ടിന് വേണ്ടി ഞാൻ വന്നതാ. അവ്വ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് നിനക്കിത് ചെയ്യാൻ പറ്റുമോ? ശരിയായിരുന്നോ? ഉടനെ അവൻ പറയുക, കൂടെ തന്നെന്തിനാ? അവള് തന്നു, ഞാൻ കഴിച്ചു. അന്നാ കർത്താവേ, ഞാൻ ചെയ്ത പാപം എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ, ഞാൻ അറിയാതായി പോയതാ അപ്പ എന്നൊന്നും അല്ല പറഞ്ഞു. നേരെ ഇവിടെ പെടലിലോട്ട് വെച്ചു കൊടുത്തു. ഇവിടെ എന്തിനാ പിന്നെ തന്നു? അവള് തന്നു, ഞാൻ അതുകൊണ്ട് പറയാം, ഭാര്യ പറയുന്ന, ഭർത്താവ് പറയുന്ന, മക്കൾ പറയുന്ന കേട്ടോണ്ട് നിൽക്കല്ലേ. നിങ്ങൾ ദൈവത്തോടെ ചോദിക്കണം. ദൈവം എന്ത് പറയുന്ന അതേ ചെയ്യുക. അവനാണ് ഭാഗ്യവാൻ. കർത്താവ് പറയുക. അപ്പൊ ഈ പാപത്തെ പക്ഷെ ഞാൻ എങ്ങനെ അറിയുന്നത്? പാപത്തെ അറിയാൻ ഏറ്റവും വലിയ കാര്യമാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പാപം ചെയ്യുമ്പോഴേ നിന്റെ മേലെത്തി ചാടി വരും, സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അങ്ങനത്തെ പരിശുദ്ധാത്മാവിനെ ഇന്നത്തെ ദൈവസഭയ്ക്ക് വേണം. പാപം ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റു പറയുമ്പോൾ ക്ഷമിക്കുന്ന പരിശുദ്ധാത്മാവിനെ മതി. അല്ലാതെ പാപം ചെയ്തോണ്ട് ചാടി വരുന്ന പരിശുദ്ധാത്മാവിനെ ആർക്ക് വേണ്ട? യഥാർത്ഥ ദൈവമക്കൾക്ക് വെളിപ്പെടുന്നത് അങ്ങനെ. വെളിപ്പെടുന്നതാണ്. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങള് എനിക്ക് ഒരുപാട് വേദനിച്ചൊരു ഭാഗമുണ്ട്. പലരും കണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം ചിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നും. ഭയങ്കര ഡോക്ടറേറ്റും ഭയങ്കര അറിവും ജ്ഞാനം ഉള്ളവരാ. അവരെയൊന്നും പുതുതായിട്ടൊന്നും പഠിപ്പിക്കേണ്ട. ആരാധന എന്തുവാന്ന് അറിയില്ല. മക്കളെ, ആരാധന എന്തുവാന്ന് അറിയത്തില്ല. അവര് ഇത്രയും വർഷങ്ങളെല്ലാം ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചിന്ത എന്തുവെന്നറിയോ? ഡിസ്കോ ഡാൻസ് ആരാധന. സ്വന്തം സങ്കീർത്തന പുസ്തകത്തിനകത്ത് ദാവീദ് പറയുന്നുണ്ട്, നൃത്തം ചെയ്തു. ആ നൃത്തവും ഡിസ്കോ ഡാൻസുമായിട്ട് വ്യത്യാസവും. പാട്ടിന്റെ ഈണത്തിനനുസരിച്ച്, വരിയനുസരിച്ച് ആരാധിക്കുന്ന ആരാധനയല്ല ദൈവത്തിന്റെ ആത്മാവ് പുതിയ നിയമസഭയ്ക്കകത്ത് തന്നിരിക്കുന്ന ആരാധന. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആരാധന. സ്തോത്രം. ഞാൻ സാധു കൊച്ചുമനുഷ്യരുടെ പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് ആ ദേവദാസന്റെ പുസ്തകത്തിനകത്ത് ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ആത്മാവിന്റെ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആരാധന കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് കഴിഞ്ഞിട്ട് ആമീൻ സ്തോത്രം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് പിരിയാൻ നേരം ഒരുത്തം മേടിയിരുന്നെന്ന് പറയാ, എന്നെ ഒന്ന് ഇറക്കണേ. എന്തുവാ? അവൻ തെങ്ങിന്റെ മൂട്ടി ഇരുന്നില്ല. അവൻ ആരാധിച്ച തെങ്ങിന്റെ മേളിൽ പോയി. അവൻ അറിഞ്ഞില്ല.
തെങ്ങിനെ മേടി പോയി, അവൻ തെങ്ങി ഇതുവരെ കയറിയിട്ടില്ല. മേടി എന്ന് പറയാം, എന്നോട് ഒന്ന് ഇറക്കിയിട്ടേ പോവാവേ. സ്തോത്രം. അവരുടെ അടുത്ത് വെച്ച് നീ എങ്ങനെ കയറി? അത് ഞാൻ അറിഞ്ഞില്ല, ആരാധിച്ചപ്പോ ആ ആരാധനയുടെ സ്പിരിറ്റിന് ഞാൻ കയറി. അതാണോ നൃത്തം ചെയ്യുന്ന ആരാധന? ഇന്ന് കാണിക്കുന്ന ഡിസ്കോ ഡാൻസ് ആരാധന ഏതാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, കിന്നാരം വേണം, കുഴൽ വേണം, കൈതാളം വേണം. ഇതെല്ലാം ആരാധനയ്ക്ക് വേണം. പക്ഷെ ഇതിനല്ല പ്രാധാന്യം. നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ബന്ധമാണ് ആരാധന. ആരാധന തിരിച്ചറിയണം. ആരാധന എന്നുള്ളത് തിരിച്ചറിയണം. തിരിച്ചറിയണം. സ്തോത്രം. ഒരു കൂട്ടം വന്നിട്ട് പറയുക, സ്തോത്രം, ഇന്നിവിടെ നടക്കുന്ന ആരാധനയ്ക്ക് ഞാൻ ഡാൻസ് കളിച്ചു. ഡാൻസ് ആണോ ആരാധന? ഡാൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ആരാധനയായിട്ട് ഒരു ബന്ധവുമില്ല. ഒരാൾ വന്ന് പറയുക, പെന്തിക്കോസ്തുകാരെ കാണിക്കുന്ന അല്ല ആരാധന. സ്തോത്രം. ദൈവവചനം ഏറ്റെടുക്കുന്ന ആരാധന. അത് മാത്രമല്ല ആരാധന. ആത്മാവിന്റെ ശക്തി എന്റെ മേൽ വെളിപ്പെടും, എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റൂ. ഞാൻ ആരാധിക്കും, കൈകൊട്ടി ആരാധിക്കും, ഹൃദയം തുറന്ന് ആരാധിക്കും, ഉച്ചത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞ് ആരാധിക്കും. അതാണ് ആരാധന. വചനത്തെ ഏറ്റെടുക്കുന്നതാണ് ആരാധന. വചനപ്രകാരം ജീവിക്കുന്നതാണ് ആരാധന. എന്റെ ഉള്ളത്തിനകത്ത് പാപം കടന്നു വരുമ്പോൾ ഞാൻ ഒരിക്കലും പാപം ചെയ്യത്തില്ല. എന്റെ മേൽ പാപം ചെയ്യാൻ പാടില്ല. ഞാൻ ക്രിസ്തുവിന്റെ പൈതല. എന്നെ വീണ്ടെടുത്തത് അവസാന രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കേണ്ടവരാ. എനിക്ക് ആത്മാവിൽ ആരാധിച്ചേ പറ്റും. അതാണ് ആരാധന. ഇതെല്ലാം കൊണ്ട് കുറ്റപ്പെടുത്തുന്ന ആരാധന, ആത്മാവിന്റെ ആരാധന. സ്തോത്രം. അവിടെ കൈയടി വരും, അവിടെ തുള്ളിച്ചാടും, അവരെ നൃത്തം ചെയ്യും, അവർ ആരാധിക്കും. ദാവീദിന്റെ പുസ്തകത്തിനകത്ത് പറയുന്നു, ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ് ആര്? ദാവീദ്. ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആളാണ്. സ്തോത്രം. പിടിക്കപ്പെട്ട് കിടന്ന ശത്രുപാളയത്തിനകത്ത് പിടിക്കപ്പെട്ട് കിടന്ന, സ്തോത്രം, കർത്താവിന്റെ ന്യായപ്രമാണത്തിന്റെ പെട്ടകത്തെ, സ്തോത്രം, പെട്ടകത്തെ വീണ്ടെടുത്ത് ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യം ദാവീദ് ഒരാളെ ഭവനത്തിനകത്ത് കുറച്ചുകാലം വെച്ചു നോക്കി. പിടിച്ചോണ്ട് വന്നിട്ട് കുറച്ചുകാലം വെച്ചു നോക്കി എന്തുവാ? പെട്ടകം ഇരിക്കുന്നിടത്തെല്ലാം അനുഗ്രഹം വന്നു. ദാവീദ് ടെസ്റ്റ് ചെയ്ത് നോക്കി, അനുഗ്രഹം പറ്റും. ഉടനെ ദാവീദ് പറഞ്ഞു, എന്ത് ചെയ്യണം? ഇതിനെ യെരൂശലേമിൽ കൊണ്ടുവരണം, വാ എടുത്തുകൊണ്ട് പോകാം. ഈ പെട്ടകത്തെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ദാവീദ് എന്ത് ചെയ്തു? രാജാവ് എന്നുള്ള പദവിയെല്ലാം കൊണ്ട് മാറ്റിവെച്ചിട്ട് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചു, സ്തുതിച്ചു. ദാവീദിന്റെ ഭാര്യ മികാൽ, ശൗലിന്റെ പുത്രി, ഇത് കണ്ടിട്ട് അവള് ആരെ പരിഹസിച്ചു? ദാവീദിനെ പരിഹസിച്ചു. ഒരു രാജാവായിട്ട് എന്തുവേ കാണിക്കുന്നു? ദാവീദ് അവരോട് പറയുക, സ്തോത്രം, എന്തുവായി കാണിക്കുന്നത്? ഭാഗം ഒന്ന് വായിക്കാം. സ്തോത്രം. ചിലവരെല്ലാം നോക്കുന്നത് ഈ പാസ് എന്ന് പറയുന്നത് ശരിയാണോ? 2 ശമൂവേൽ 6:11 മുതൽ വായിക്കാം. 10 വാക്യം മുതൽ വായിച്ചു. 2 ശമൂവേൽ 6. ഒരു മിനിറ്റ്, അതിന് മുമ്പ് ഒരു വാക്കുകളൊന്ന് വായിക്കാം. അതിന് 7 മുതലൊന്ന് വായിക്കാം. ഈ അർഹതയില്ലാതെ സ്തോത്രം സ്തോത്രം, അതിന് 5 മുതൽ വായിച്ചു. ഇതിനകത്ത് തൊട്ടാൽ ഉള്ള ശിക്ഷകളൊന്നായി. അവര് പെട്ടകം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. പെട്ടകം കൊണ്ടുവന്നുകൊണ്ടിങ്ങനെ നൃത്തം ചെയ്ത് സന്തോഷിച്ച് ആർത്തുകൊണ്ട് ഇങ്ങനെ പെട്ടകമായിട്ട് വരുമ്പോ പെട്ടകം അറിയാൻ പോകുന്ന രീതിയിലായി
ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അർഹതപ്പെടാത്തവൻ കയറി തൊട്ട, ന്യായപ്രമാണ പ്രകാരത്തിന് കീഴ്പ്പെട്ട് ന്യായപ്രമാണത്തെ ഭയപ്പെടാത്തവൻ, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാതെ ന്യായപ്രമാണത്തെ ഭയപ്പെടാത്തവൻ, അങ്ങനെ ന്യായപ്രമാണത്തിന് യേശു ഓർച്ചന് പ്രാധാന്യം കൊടുക്കാതെ കയറി തൊട്ട നാമം എടുത്ത് സ്വന്തം അല്ലെങ്കിൽ തോന്നുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ദാവീദ് കൊണ്ട് പുസ്തകം കയറി എന്ത് ചെയ്തു? പിടിച്ചു. അടുത്തത് അവനെ സംഹരിച്ചു, അവനെ കൊന്നു കളഞ്ഞു. പിടിക്കേണ്ടവരെ പിടിച്ചാൽ മതി. അത് ആരുടെ പെട്ടകോ? കർത്താവിന്റെ പെട്ടകോ, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പെട്ടകോ. അതിനകത്ത് ആര് പിടിച്ചാൽ മതി? ദൈവഹിതമാണോ പിടിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് ഈ ബൈബിൾ പിടിക്കണമെങ്കിൽ തന്നെ ഒരു യോഗ്യതയുണ്ട്. ബൈബിൾ പിടിക്കുന്ന അഭിമാനത്തോട് പിടിച്ചോണം. ഇതിനപ്പുറത്തൊരു യോഗ്യത വേറെയില്ല. സ്തോത്രം. അതുകൊണ്ട് ചില ദൈവദാസന്മാർ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ചേർത്ത് പിടിച്ചോണ്ട് നടക്കുന്നു. കാര്യം ഇതിനപ്പുറത്തൊരു യോഗ്യത വേറെയില്ല. സ്തോത്രം. ഒരുത്തൻ ജാതി കയറി പിടിച്ചതാ, തീർത്ത് കളഞ്ഞവനെ. അടുത്തത് ദാവീദിന് എന്ത് ചെയ്ത? എന്തുണ്ടായി? ഭയമുണ്ടായി. ദാവീദ് ഉടനെ എന്ത് ചെയ്തു? ഇനി അടുത്ത സ്റ്റെപ്പ്, ഇനി പെട്ടെന്നുമായിട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇനി പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശിക്ഷിക്കുമോ? ഉസ്സിയെ ദാമി മരിച്ചു പോയതുപോലെ പെട്ടകത്തിൽ തൊട്ടത് അവന് അത് മറിയാതിരിക്കാൻ വേണ്ടി തൊട്ടത് അപ്പോഴേ മരിച്ചു. അവൻ മരിച്ചു പോയതുപോലെ ഇനി നമ്മളെല്ലാം മരിച്ചു പോകും. ഈ പെട്ടെന്നായിട്ട് നമ്മളെ നീ ചെല്ലുന്നിടത്തോട്ട് സ്ഥലത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ദോഷമായി തീരുമോ? നമുക്ക് ദോഷമായി തീരുമോ എന്ന് ദാവീദ് ചിന്തിച്ചു. അടുത്തത് സ്തോത്രം. ദാവീദിന്റെ നഗരത്തിലേക്ക്, ദാവീദിന്റെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നഗരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ഭയപ്പെട്ടു. കൂടുള്ളവരെല്ലാം ഭയപ്പെട്ടു. നീ എങ്ങനെ ഇത് കൊണ്ടുവരുന്നത്? ഇത് കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പോ തന്നെ ഒരുത്തൻ കയറി തൊട്ടപ്പോഴേ തീർന്നു. പെട്ടകം മറിയുന്നോർത്ത് കയറി പിടിച്ചതാണ്, തീർന്നു. അപ്പൊ ഈ പെട്ടകം ഇരുന്ന് കഴിഞ്ഞാൽ ദോഷമാവും, പ്രതികൂലമാവും എന്നോർത്ത് ദാവീദിന്റെ ഒരു ദാസന്റെ ഭവനത്തിലേക്ക് ഇതെന്ത് ചെയ്തു? കൊണ്ടുവച്ചു. അന്ന് ഇവിടെ ഇരിക്കട്ടെ, കുറച്ചു നാൾ ഇവിടെ ഇരിക്കട്ടെ, അങ്ങനത്തെ കൊണ്ടുവന്നു. അടുത്തത് യഹോവയുടെ വീട്ടിൽ എത്ര ദിവസം ഇരുന്നു? 3 മാസം ഇരുന്നു. 3 മാസം പെട്ടകം അവിടെ ഇരുന്നു. അവന് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രാജാവ് പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചേ പറ്റൂ. എടുത്തു വെച്ചിട്ട് രാജാവ് നോക്കുക അവന് അവരുടെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇന്ന് പ്രിയ മക്കളെ, ഈ വചനം ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുത്ത് ന്യായപ്രമാണത്തിന് കൊടുക്കേണ്ട ഭയം കൊടുത്ത് അതിനെ സ്വീകരിക്കുന്നവരുടെ ഭവനത്തെ നിശ്ചയമായി സ്വർഗ്ഗത്തിൽ ദൈവം അനുഗ്രഹിക്കും. ബൈബിൾ എടുത്ത് ഒരു കുടുംബവും നശിച്ചു പോയിട്ടില്ല. ഉണ്ടോ? ബൈബിൾ എടുത്ത് കുടുംബം നശിച്ചു പോയെന്ന് പറയുവാൻ ഏതെങ്കിലും കുടുംബമുണ്ടോ? ബൈബിൾ ഇരുന്നാൽ ആ ഭവനത്തെ നിശ്ചയമായി കർത്താവിനെ അനുഗ്രഹിക്കും. പക്ഷെ വേറെ കുഴപ്പമുണ്ട്. ഈ ബൈബിൾ ഇരിക്കുന്നിടത്ത് വേറെ കാര്യമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആര് സ്വീകരിക്കത്തില്ല? കർത്താവ് സ്വീകരിക്കും. ബൈബിൾ ഇരിക്കുന്നിടത്ത് ആർക്ക് അവകാശം? യഹോവയെ ദൈവത്തിന് അവകാശം. ആ ഭവനത്തെ, ആ വ്യക്തിയെ ദൈവത്തിന് അവകാശം. അവിടെ ന്യായപ്രമാണത്തിന് വിപരീതമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായി ആര് കൊടുക്കും? ആ ഇറങ്ങി അവിടെ ഇരിക്കുന്ന ദൈവശക്തി എന്ത് ചെയ്യാൻ തുടങ്ങും? വെളിപ്പെടാൻ തുടങ്ങും. അവിടെ കർത്താവ് എന്ത് ചെയ്യും? അതിനെ ഓടിക്കും. അപ്പൊ ബൈബിൾ ഇരിക്കുന്നത് തന്നെ എന്തുവാ? ഭാഗ്യം. ബൈബിൾ ഇരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ബൈബിൾ ചുമക്കുന്നവൻ അതിലും ഭാഗ്യവാൻ. ബൈബിൾ ഇരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ബൈബിൾ ചുമക്കുന്നവൻ അതിലും വലിയ ഭാഗ്യവാൻ. കർത്താവ് പറയുക, ബൈബിളിനെ ചുമക്കുന്നവനെ ഞാൻ അങ്ങ് ചുമന്നു. ഞാൻ ചുമന്നു. ബൈബിൾ പ്രകാരമാ അവൻ ഓരോ കാര്യങ്ങൾ, ദൈവത്തിന്റെ വചനപ്രകാരം അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ നിശ്ചയമായി അവന്റെ കാര്യത്തിനകത്ത് ആരും മറുപടി തരും? കർത്താവ് മറുപടി തരും. ഇവിടോട്ട് സഭയായപ്പോ ഒരു കാര്യത്തിനകത്ത് എനിക്ക് സന്തോഷമുണ്ട്.
ദൈവമക്കളെ കൊണ്ടുവിടുന്നതിന് വരുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്തുവാ? കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും എന്തുണ്ട്? ദൈവമക്കളെ കൊണ്ടുവിടാനും ബുദ്ധിമുട്ടാണ്. സന്തോഷം. ദൈവമക്കളെ കൊണ്ടുവിടാനും ബുദ്ധിമുട്ടായി പോയി. ദൈവമക്കൾക്ക് എന്റെ കൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്തുവാ? പാസ്റ്ററിനെ ബുദ്ധിമുട്ടിക്കണം. സ്തോത്രം. എന്നെ ബുദ്ധിമുട്ടിക്കുന്ന അനുസരിച്ച് ഞാൻ രക്ഷപ്പെടും. കാര്യം എന്തുവാ? എനിക്ക് അടുത്തൊരു വണ്ടി കിട്ടും. സ്തോത്രം. ഇതിനകത്ത് ഞാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടാണ് ഞാൻ വരുന്നത്. നിശ്ചയമായി എന്റെ ദൈവത്തിന്റെ സ്ഥാനത്തിൽ ഞാൻ പറയുക, അടുത്ത വാഹനം എനിക്ക് എന്റെ വണ്ടിക്കകത്ത് ഞാൻ തൃപ്തനാ, എല്ലാ കാര്യത്തിലും തൃപ്തനാ. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ദൈവമക്കളെ തിരികെ കൊണ്ടുവരുന്നെങ്കിൽ നിന്റെ വണ്ടി വിശാലത ആക്കി. ഞാൻ ഓർത്ത് കർത്താവ് 2-3 ആഴ്ചയായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്റെ ദൈവം എനിക്ക് വിശാലതയിലാക്കി തരുമോ? ഞാൻ പറഞ്ഞാലും ആരും മറക്കത്തില്ല, കർത്താവ് മറക്കത്തില്ല. നമ്മുടെ മനസ്സിനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം ഒരാൾക്ക് കൊടുക്കുന്നെങ്കിലും ആത്മാർത്ഥമായിട്ട് നീ കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായി ആരനുഗ്രഹിക്കും. ചില ദൈവമക്കൾ ചില ഭവനത്തിനകത്ത് കഴിഞ്ഞാൽ ചിലവർ വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയെല്ലാം കുറെ ഗ്ലാസുകൾ വെച്ചിട്ടുണ്ട്. അവർ അതിലേക്ക് കൊടുക്കും, അല്ലയോ? ആ ഗ്ലാസ്സിലെ അവരെ കൊടുക്കത്തുള്ളൂ. നീ അനുഗ്രഹമല്ല, ശാപിക്കപ്പെടുകയും. നീ കുടിക്കുന്ന ഗ്ലാസ് കൊടുത്ത ശ്രേഷ്ഠന മനുഷ്യനുണ്ടാക്കിയവനാ മനുഷ്യൻ. അവന്റെ ഭവനത്തിനകത്ത് വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ നീ കുടിക്കുന്ന ഗ്ലാസ് നീ കൊടുക്കൂ. കർത്താവ് പറയുക, നീ ആരെയാ വിരുന്ന് വെക്കുമ്പോൾ, നിന്റെ വീട്ടിനകത്ത് കല്യാണം നടക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴും നീ ആരെയാ വിളിക്കേണ്ടത്? കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. ഏതെങ്കിലും ബന്ധുക്കോസുകാരെ അങ്ങനെ വിളിക്കുന്നുണ്ടോ? ഉണ്ടോ? ആരെ വിളിക്കണം? ഞാൻ കല്യാണത്തിൽ എന്റെ ഭവനത്തിനകത്ത് എന്റെ മോന്റെ കല്യാണം, ഞാൻ മുഖ്യ സ്ഥാനം കൊടുത്ത് ആരെയാ വിളിക്കേണ്ടത്? ആരെ വിളിക്കണ്ടേ? ബൈബിൾ പറയുന്നുണ്ട് ആരെയാ വിളിക്കുന്നത്? ആരെയാ വിളിക്കണ്ടേ? അതൊന്നും പെന്തക്കോസ്തുകാർ വായിച്ചിട്ടില്ല. പെന്തക്കോസ്തുകാർക്ക് വായിക്കുന്ന ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതറിയ ഇന്ന അവസരപ്പിച്ച വന്ന്, ദിവസം വെച്ച വന്ന്, ആ സ്തോത്രം അമ്മാമ വന്ന്, മേരിക്കുട്ടിമാമ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്രം ആലലിയ, സ്തോത്രം ആലലിയ, അല്ലെങ്കിൽ സ്തോത്രം മറിയാമ്മ വന്നിരിക്കുന്നു, അമ്മാമ്മ വന്നിരിക്കുന്നു, സ്തോത്രം എലിസബത്ത് അമ്മാമ്മ വന്നിരിക്കുന്നു. ഇതെല്ലാം പറയാനാണ് ഇഷ്ടം. അയ്യോ, അമ്മാമയോ ലണ്ടനിൽ വന്നതാ, കാനഡയിൽ വന്നതാ, അല്ലെങ്കിൽ അമ്മാമ സ്തോത്രം ആലലിയ, അമ്മാമ സ്തോത്രം വലിയ വലിയ സ്വത്തുള്ളവരാ, കോടിയുടെ ആസ്തിയുള്ളവരാ. ഇവരെല്ലാം വന്നിരിക്കുമ്പോഴാ സന്തോഷം. ദൈവത്തിന്റെ വചനം പറയുക, തിരിച്ചു തരാൻ കഴിവില്ലാത്തവരെ നീ വിളിക്കണം. തിരിച്ചു തരാൻ കഴിവില്ലാത്തവരെ വിളിക്കണം. സമൂഹം വെറുത്തിരിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ കുരുട, ചെവിട, പിശകാലിക്കുന്നവർ, ഇവരെ വിളിക്കണം. ഇവരെ വിളിച്ച് നീ ഒരു സ്ഥാനം കൊടുക്കണം. ഇതെല്ലാം കർത്താവ് വിരുന്നിൽ വിളിക്കുന്നത്. ഏതെങ്കിലും ബന്ധുക്കോസുകാരൻ പാസ്റ്റർമാരോ ദൈവമക്കളോ വിളിക്കും? പാസ്റ്റർ പിച്ചക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ല. കാണേണ്ടടുത്ത് പോയി നിരക്കണം, പോയി നിരക്കണം, തപ്പയാ ഇവരെല്ലാം കാണാൻ പറ്റും. അപ്പോഴേ നമുക്ക് മനസ്സിലാവാൻ പറ്റും നമ്മളെ ദൈവം എത്ര ശ്രേഷ്ഠമായിട്ട് പോറ്റുന്നതിന് മനസ്സിലാക്കണം. പക്ഷെ നമ്മളൊന്നും ഇവരെയല്ല കാണുന്നത്, നമ്മളാട്ടി വലിയവരെയാണ്. എന്താ കർത്താവേ അതേപോലെ എന്നെ ആക്കാത്തത് എന്നാ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഇല്ലയോ? ദൈവത്തോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ? പിള്ളേരെ ബസ്സിൽ വരുന്ന കൂട്ടുകാരനെയല്ല നോക്കുന്നത്, ബൈക്കിൽ വരുന്ന കൂട്ടുകാരനെ നോക്കുന്നത്, ബൈക്കിൽ വരുന്ന കാറിൽ വരുന്ന കൂട്ടുകാരനെ നോക്കുന്നത്, അവനെയാ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ കാറിലാണല്ലോ വരുന്നത്, അവൻ സ്കൂട്ടറിലാണല്ലോ വരുന്നത്, അവൻ എനിക്ക് പപ്പയുടെ വണ്ടി എനിക്ക് ഇങ്ങോട്ട്, എനിക്കൊന്ന് കൊണ്ടുപോട്ട്. അത് നടന്നു പോകുന്നതിനെ നീ നോക്കത്തില്ല. കർത്താവ് പറയാ, എളിമപ്പെടുന്നവന്റെ കൂടെ ആരുള്ളത്? കർത്താവ് ഉള്ളത്. തന്നെ താഴ്ത്തുന്നവനെ ഉയർത്തുവാനാ കർത്താവ് ആഗ്രഹിക്കുന്നു. വിവാഹത്തിനെല്ലാം അങ്ങനെ വിളിക്കുന്നവരുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ സ്തോത്രം അവിടുത്തെ ലോക്ക് ചെയ്യും. അവിടുത്തെ സെക്യൂരിറ്റിയോട് പറയും അവനെ ലോക്ക് ചെയ്ത് തരും. സ്തോത്രം കുറിയും കൊണ്ട് വരുന്നവനെ മാത്രം കയറ്റിയാൽ മതി. അവര് ഒരു സൈഡ് കൊടു, അവർക്ക് കുറച്ച് ചേറിട്ട് കൊടു. നിന്റെ കൂടെ ഇരുത്തിയില്ലെങ്കിൽ നീ അതിന്റെ അപ്പുറത്തോടെ ചേറിട്ട് കൊടു. അവരവിടെ നിന്ന് കഴിച്ചോളും. അവർ നിന്നെ അനുഗ്രഹിച്ചിട്ട് പോകും. ആ അനുഗ്രഹം ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹം ഒരു അനുഗ്രഹമാണ്. ചിലവര് കല്യാണം നടത്തും,
ചിലർ വീടിന്റെ പാലുകാച്ച് നടത്തും. അധികം വരുന്നതല്ല. ഇവിടെ ഒരു അനാഥാലയമുണ്ട്, ആശ്രയം, അങ്ങോട്ടങ്ങ് കൊടുത്തു. എന്താ കല്യാണം നടത്തുന്ന മുമ്പ് ഒരു 100 ഊണ് നീ എക്സ്ട്രാ പറയാതെ ആശ്രയിലെ നോസ്റ്റാനെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി, നോസ്റ്റായോ എത്ര പേരവിടെ ഉണ്ട്? 1000 പേരുണ്ട്. അന്ന് അവർ കാര്യം ചെയ്യും, എന്റെ മോളെ കല്യാണത്തിന് ഒരു 1000 പന്തി ഞാൻ അങ്ങോട്ട് ചെയ്യാം. എനിക്ക് എന്റെ കല്യാണത്തിന് 500 പേരെ വരത്തുള്ളൂ. എന്തായാലും 1500 ഊണ് ഞാൻ പറയുന്നുണ്ട്. 1000 ഊണ് അവിടെ കൊടുത്തു. എന്താ പറയാത്തെ? നീ വേറെ ഒന്നും വേണ്ട, ഇവരെ വിളിച്ച് പന്തി ഇരുത്തി ഇവർക്കൊന്നും കൊടുക്കണം. നീ അവിടെ കൊടുത്താൽ മതി. അതിനകത്ത് അതിന് യോഗ്യരാ കഴിക്കുന്നത്. അവിടെ അന്തേവാസിയായിട്ട് 1000 പേരുണ്ടെങ്കിൽ നിന്റെ മകന്റെ കല്യാണം, മകളെ കല്യാണം നടത്തുമ്പോൾ നീ അതാ കൊടുക്കണം. നീ കൊടുക്കുന്ന എന്തുവാ? നിന്റെ വീട്ടിൽ വേസ്റ്റ് വരുന്നത് എടുത്തോണ്ട് കൊടുക്കും. അധികം വരുന്നു. ഇതിനെ കുഴിച്ചിടാനൊന്നും പറ്റത്തില്ല. ഇതെന്തോ അവിടെ കൊണ്ട് കൊടുക്കുക, അത്രയും അനുഗ്രഹമാവും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നീ അവനെ നീതിയോടെ കാണണ്ടേ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ വന്ന് വസ്ത്രം ചോദിക്കുമ്പോഴും ഞാൻ കൊടുക്കുമ്പോഴും പ്രൈസറോ ഞാൻ കഴുകി തേച്ച് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്തോന്ന് അറിയാം? അവർക്ക് അതല്ല കൊടുക്കേണ്ട, അവർക്ക് പുതിയതാവും. പഴയതല്ല കൊടുക്കേണ്ടത്. നീ 2 വട്ടം ഇട്ടതല്ല കൊടുക്കേണ്ടത്. എനിക്ക് പേടിയാ. എനിക്ക് അപ്പോഴും അവരെന്നോട് പറയാം, അത് മതി, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് എന്തുവാ? കുറ്റബോധം. എന്റെ ഉള്ളത്തിനകത്ത് കുറ്റബോധം. ഞാൻ അവർക്ക് പഴയതിനെ കത്തിച്ചു കളഞ്ഞാൽ പോലും അങ്ങനെയല്ല കൊടുക്കട്ടെ. കൊടുക്കുവാണെങ്കിൽ പുതിയ കൊടുക്കാം, ഇല്ലയോ? പുതുകൊണ്ട് കൊടുക്കണം. അവന്റെ സന്തോഷം വേറെ, അനുഗ്രഹം വേറെ. പെട്ടകം വന്നു. പെട്ടകം 3 മാസം ഒരു വീട്ടിൽ കൊണ്ടുവച്ചു. ദാവീദിന്റെ ദാസന്റെ ഭവനത്തിനകത്ത് കൊണ്ടുവച്ചു. അടുത്തത് ദാവീദ് രാജാവിന് 3 മാസം ആ ഭവനത്തിനകത്ത് ഇരുന്നപ്പോൾ ആ ഭവനത്തെ, ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചെന്ന് കേട്ടപ്പോൾ ദാവീദ് രാജാവിന് സന്തോഷം. പെട്ടകത്തിനകത്ത് ശിക്ഷയില്ല, അനുഗ്രഹമാണ്. പെട്ടകം കൊണ്ടുവെക്കേണ്ട രീതി കൊണ്ടുവച്ചേക്കുക, ഭയപ്പെട്ടിരിക്കുക, അവരെ പ്രാണത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുക, അവരുടെ കുടുംബം ചെയ്യുക, അനുഗ്രഹപ്പെടുക. അവരുടെ കുടുംബം അനുഗ്രഹപ്പെടുക. നേരത്തെ പെട്ടകം ചെറിയപ്പോൾ തൊട്ടവന് മരിച്ചുപോയി. അവനതിന് യോഗ്യനല്ലായിരുന്നു തൊടാൻ, അതുകൊണ്ട് അവൻ മരിച്ചത്. പക്ഷേ ഇവന്റെ ഭവനത്തിനകത്ത് ഇവൻ അതിനെ സ്വീകരിക്കേണ്ട രീതി സ്വീകരിച്ച് പ്രാധാന്യം കൊടുത്തപ്പോൾ കുടുംബം ചെയ്യുക, അനുഗ്രഹിക്കുക. അപ്പോഴേ ദാവീദ് പറയുക, പെട്ടകം അവിടെ എടുക്കുക, നേരെ കൊണ്ടുപോകാം. പെട്ടകം ഇരിക്കുന്നിടത്ത് നിശ്ചയമായ അനുഗ്രഹം. ഇന്ന് കർത്താവിനെ സേവിക്കുന്ന ദൈവജനമേ, നിശ്ചയമായി നിന്നെ, നിന്റെ കുടുംബത്തെയും തലമുറയും ദേശത്ത് അനുഗ്രഹിക്കും. നിന്റെ ദേശത്ത്, നീ വസിക്കുന്ന ദേശത്ത്, നിന്റെ ബന്ധുമിത്രാദികളുടെ മധ്യേ ദൈവം നിന്നെ ഒരു അനുഗ്രഹമാക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും ദൈവം നിന്നെ ഒരു ശാപമാക്കത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് നിന്ദാവാക്കുകളുണ്ടെങ്കിൽ, പരിഹാസവാക്കുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും വേദനിപ്പിക്കുന്ന നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധി പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഈ പെട്ടകം ചുമക്കുന്നവന്റെ ഭവനത്തെ ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്കിൽ പകലെന്റെ പരിശുദ്ധനായ എന്റെ ദൈവമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് മതിയാവുള്ളൂ. എന്റെ കുടുംബത്തിന്റെ ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒന്നും എന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവാൻ പാടില്ല. ന്യായപ്രമാണപ്രകാരം ഹിതമുള്ളതൊന്നും എന്റെ കുടുംബത്തിൽ കാണാൻ പാടില്ല. അതല്ല എന്റെ കുടുംബത്തിന്റെ പൂർണ്ണം എടുത്തു മാറ്റണം. നിശ്ചയമായി എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. 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 എന്റെ ദൈവം ഇറങ്ങി വന്നെ അനുഗ്രഹിക്കണം. എന്റെ കുടുംബത്തിനകത്തുള്ള എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, വെല്ലുവിളികൾ മാറട്ടെ. ദൈവത്തിന്റെ മരണത്തിന് ഏർപ്പെടുവാൻ കഴിയാത്ത എന്തെങ്കിലും എന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ ഇന്നും അഴിഞ്ഞു മാറണം. ദൈവത്തിന് ഇടമുള്ളവരുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ ദാവീദ് ഉടനെ പറയുക, എന്ത് പറയുക? പെട്ടകം പൊക്കിക്കും.
പെട്ടെന്ന് ഈ കൊണ്ടുപോകും. 3 മാസം അവിടെ ഇരുന്നപ്പോൾ അവിടെ അനുഗ്രഹം കിട്ടുന്നെങ്കിൽ നിശ്ചയമായി നമ്മളെ അനുഗ്രഹിക്കും, കൊണ്ടുപോകും. സ്തോത്രം. അടുത്തത് വായിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ പെട്ടകത്തെ ചുമന്നുകൊണ്ട് വരുമ്പോൾ പെട്ടകത്തിന്റെ മഹത്വം, അതിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ മഹത്വത്തെ അമികാലിൽ സ്തുതിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആര് നൃത്തം ചെയ്തു? സ്തോത്രം. ഇന്ന് 19 വയസ്സായി, അല്ലെങ്കിൽ 10, 40, 70 വയസ്സായി വലിയ ഡോക്ടറേറ്റ് എടുത്ത് ആരാധനയെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ പറ്റിയല്ല വലിയ ഡോക്ടറേറ്റ് എടുത്ത് പലയിടത്ത് ഭയങ്കര വലിയ പ്രസംഗമെല്ലാം പ്രസംഗിച്ചിട്ട് ആരാധിക്കാൻ പറ്റുന്നില്ല. അവർ എത്ര ആരാധിച്ചിട്ടും ആരാധന വെളിപ്പെടുന്നില്ല. കാര്യം എന്തുവാ? നീ യഥാർത്ഥമായി ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നീ പ്രസംഗിച്ചാൽ മാത്രം പോരാ, ആ പ്രസംഗം നിന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ടാവണം. നിനക്ക് പാപം ചെയ്യാനുള്ളതല്ല, നിനക്ക് ദൈവം തന്ന ജീവിതം, നിനക്ക് ദൈവം തന്ന ആയുസ്, നിനക്ക് ദൈവം തന്ന ആരോഗ്യം, ദൈവം തന്ന നന്മ, ദൈവം തന്ന അനുഗ്രഹം, നിന്റെ തലമുറയെ ഉയർത്തിയത് പാപം ചെയ്യുവാനല്ല, ലോകപ്രകാരം ജീവിക്കാനല്ല, ലോകത്തിന്റെ ജനപ്രകാരം നിന്റെ മക്കളെ വിടാനുള്ളതല്ല, ലോകത്തിന്റെ ജനപ്രകാരമുള്ളിടത്തേക്ക് നിന്റെ മക്കളെ കൊണ്ട് നിർത്താനുള്ളതല്ല. നിന്റെ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് ദൈവത്തിന് വേണ്ടി വില കൊടുക്കാനുള്ളതാ, ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്നതാ, കർത്താവിന്റെ വേലക്കായി ഇറക്കാനുള്ളതാ. അതുകൊണ്ട് നിന്റെ ഭവനത്തെ ചോദിച്ചില്ലതാക്കി നിലക്കുന്നത്. പലതും നീ പ്രസംഗിക്കുന്നുണ്ട്, പലതും നീ പറയുന്നുണ്ട്, പക്ഷെ നിന്റെ ജീവിതത്തിനകത്ത് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിനക്ക് തോന്നുന്നതിലേക്ക് മാറ്റാനുള്ളതല്ല ആരാധന. തോന്നുന്ന രീതിയിലേക്ക് മാറ്റി നീ തോന്നുന്ന രീതിയിലേക്ക് പറഞ്ഞ് കൊണ്ടുവരാനുള്ളതല്ല ആരാധന. ആരാധന ദൈവം നീയുള്ള ബന്ധമാണ്. ആരാധന നീ ദൈവമായിട്ട് നിറയുന്നത് ആരാധന. നിന്റെ മനസ്സിന് കുളിർമ തരുന്നത് ആരാധന, നിനക്ക് വിടുതൽ തരുന്നത് ആരാധന, നിന്നെ ശക്തീകരിക്കുന്നത് ആരാധന, നിന്റെ മേൽ പ്രവചനങ്ങൾ വെളിപ്പെടുന്നത് ആരാധന, നിന്റെ മേലുള്ള ദൂത് നിവർത്തിയാവുന്നത് ആരാധന, നിന്നെ സൗഖ്യമാക്കുന്നത് ആരാധന. അതെ, സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് കുഞ്ഞുകളിക്കാനുള്ളതല്ല. ആരാധന നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ടുപോകാനുള്ളതല്ല ആരാധന. സ്തോത്രം. അതുകൊണ്ട് ആരാധനയ്ക്കകത്ത് എന്ത് പറയുന്നത്? നീ അല്ല നിർത്തുന്നത് ആരാധന, നീ അല്ല തുടങ്ങുന്നത് ആരാധന. നീ ആത്മാവിൽ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം നിർത്തും. ആ സമയത്താണ് നീ നിർത്തുന്നത്. സ്തോത്രം. ആ സമയത്ത് ആരാധിക്കാൻ, ആ സമയത്ത് ആരാധന തുടങ്ങുന്നത് നിർത്തുന്നതല്ല ആരാ? കർത്താവാ. നിന്റെ നിയന്ത്രണത്തിലല്ല, നിന്റെ ചിന്തയിലല്ല ആരാധിക്കുന്നത്. നിന്റെ ചിന്തയ്ക്കോ അപ്പുറമായി നീ ഇതുവരെ കാണാത്ത വലിയൊരു തേജസ്സിന്റെ സന്തോഷത്തിൽ ആരാധിക്കുന്നത്. നീ വന്നത് രോഗിയായിട്ടാണ്, പക്ഷെ ആരാധിക്കാൻ നേരിട്ടുണ്ട്. രോഗം എവിടെ പോയെന്ന് അറിയത്തില്ല, നിന്റെ ക്ഷീണം എവിടെ പോയെന്ന് അറിയത്തില്ല, നിന്റെ ശരീരത്തിനകത്ത് ഇത്രയും ആരോഗ്യമുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല. നീ തുള്ളിച്ചാടുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ മറന്ന് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൽ നീ സന്തോഷിക്കുന്നു. അതാ ആരാധന. ആരാധന. ഞാൻ ഒരു കാര്യം മക്കളെ ചോദിച്ചോട്ടെ. ഈ പുതുതായിട്ട് ഇപ്പം ഇറങ്ങിയ ഒരുപാട് ക്രിസ്തീയ പാട്ടുണ്ട്. ഒരു വട്ടം പാടിയിട്ട് പിന്നെ ആരും പാടിയിട്ടില്ല, ഞാൻ കേൾക്കുന്നില്ല, കൂടുതൽ കേൾക്കുന്നില്ല. പക്ഷെ ഇന്ന് പാടുന്നത് എല്ലാം പഴയതില്ല. എന്തുവാ? പഴയ ദൈവമക്കള് എഴുതിയത് ആ അനുഭവത്തില ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതിയപ്പെട്ട പാട്ടായതുകൊണ്ട് ആ വരികൾ നമ്മൾ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലം വരുമ്പോഴോ നമ്മളെ ഉള്ളത്തിനകത്ത് ആ വരി വരുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് കാര്യം എന്തുവാ? അത് പരിശുദ്ധാത്മാവിൽ എഴുതിയ. പുതിയ പാട്ടിൽ ഏതെങ്കിലും ഉണ്ടോ? സ്തോത്രം. ഒരു അടുക്ക് ഇടയ്ക്ക് വരെ വലിയ ട്രെൻഡായിരുന്നു എന്റെ പുരക്കകത്ത്. ഇപ്പൊ ആ പാട്ടില്ല. ആ പാട്ടിനകത്ത് ഒരു ജീവനും ഇല്ല. ആദ്യം കേട്ടപ്പോൾ ഒരു സുഖം തോന്നി, പക്ഷെ 2 വട്ടം പാടി കേട്ട് കഴിഞ്ഞപ്പോഴേ മടുപ്പായി. പക്ഷേ സ്തോത്രമല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നോട് ചേർത്തത് അങ്ങോട്ടൊരു പാട്ടെല്ലാം പാടി കഴിഞ്ഞാൽ തീരുവോ?
ആരുമല്ല, എല്ലാവരും തള്ളിക്കളയുമ്പോൾ, എല്ലാവരും പരിഹസിക്കുമ്പോൾ, അവമാനിക്കുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ഈ പാട്ടിന്റെ 2 വരി അങ്ങോട്ട് പാടി കഴിയുമ്പോഴേ സമാധാനമായി, സന്തോഷമായി. കാര്യം എന്തുവാ? ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാണ്. അതേപോലെ വചനം വായിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നത്, സമാധാനം വരുന്നത്, നമ്മളെ കൂടെ ആരുമില്ലെങ്കിലും നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നൊരു ഉറപ്പ് വരുന്നത്. ഇതെല്ലാം ദൈവത്താൽ എഴുതപ്പെട്ടതാ, അനുഗ്രഹപ്പെട്ട് എഴുതപ്പെട്ടതാ, അനുഗ്രഹപ്പെട്ട് എഴുതപ്പെട്ടതാ. ഇതെല്ലാം വില കൊടുത്ത് എഴുതിയതാ. ഈ വില കൊടുത്ത് എഴുതിയത് കൊണ്ടാണ് ഈ പാട്ടെല്ലാം ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാക്കന്മാരുടെ കാഴ്ചപ്പാട്, അവരനുഭവിച്ച വേദനകൾ, അവരനുഭവിച്ച സങ്കടങ്ങൾ. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഒരാൾ വന്നിട്ട് ഇരുന്ന് ആമി ഹല്ലേലൂയ സ്തോത്രം ഒരു പാട്ട് അങ്ങോട്ട് എടുത്തിട്ട്, പഴയ പിതാക്കന്മാര് കണ്ണുനീരോട് എഴുതിയ പാട്ട് എടുത്തിട്ട് ആമി ഹല്ലേലൂയ സ്തോത്രം ഭരതനാട്യം കഴിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുവോ? സ്തോത്രം. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ ഞാൻ സ്തോത്രം ചില പാട്ട് പാടാനുള്ള ട്യൂൺ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പാടാൻ നിൽക്കുന്നത്. കാര്യം പിതാക്കന്മാര് കണ്ണുനീരോട് എഴുതിയ ട്യൂണ്. ചില പാട്ടെല്ലാം ചിലവർ പാടുന്നു കഴിഞ്ഞാൽ ദൈവമേ, ആ പിതാവ് എഴുതിയ പിതാവ് മിക്കവാറും ശവക്കലവരെ ഇറങ്ങി വന്ന് 2 എണ്ണം കൊടുക്കുന്ന രീതിയിലാണ് പാടുന്നത്. സ്തോത്രം. വിഷമം തോന്നി പോയിട്ടുണ്ട്. ആ വരിക്കല്ല ഇങ്ങനെയും ട്യൂണും തോന്നും. സ്തോത്രം. നിങ്ങൾ സ്തോത്രം യേശുദാസൊന്നും ആവണ്ട. വരി ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട വരികളാണ്. അത് പാടുമ്പോൾ ഇത് പറച്ചിലാണോ പാടുവാണോ? സ്തോത്രം. എനിക്ക് ചില പാട്ടുകളൊന്നും പാടാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ പാട്ടുകൾ മനസ്സിലാക്കിരുന്ന് ചിന്തിക്കും. പുറത്ത് പാടാൻ പറ്റത്തില്ല. കാര്യം ചിലപ്പോൾ ആ ട്യൂണിലല്ലായിരിക്കും വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് പിതാക്കന്മാർ എഴുതിയ കണ്ണുനീരോടാ പരിശുദ്ധാത്മാവിനാ. നമുക്ക് ആ കൃപയില്ലെങ്കിൽ ദൈവസ്ഥാനി പ്രാർത്ഥിച്ചാൽ മതി. ആ കൃപ ആരും പകരും. ഇന്ന് ചിലവർ ആ പാട്ടെടുത്ത് നൃത്തമല്ല ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് അവസാനം വന്നു. കാര്യം എന്തുവാ? ഇത്രയും നാളും പ്രസംഗിച്ചിട്ട് ഇതുവരെ അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. അവരെ ചിന്തപ്പെടുത്തുക ഇനിയുള്ളവരെ ഇങ്ങനെല്ലാം അനുഭവിച്ചാൽ മതി എന്ന് പഠിപ്പിക്കും. സ്തോത്രം. ഇത് സിനിമയാണ് അഭിനയിക്കാൻ. സ്തോത്രം. ചിലവരുടെ ചിന്ത ഓർഗൻ അടിച്ചാൽ ഉടനെ പാട്ട, ഓർഗൻ അടിച്ച് ഡ്രം അടിച്ച് കഴിഞ്ഞാൽ ഉടനെ വർഷിപ്പ്. അതൊന്നുമല്ല വർഷിപ്പ്. വർഷിപ്പ് നിന്റെ ഉള്ളത്തിനകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് കർത്താവായ യേശുവായി സംസാരിക്കുന്നത് വർഷിപ്പ്. ദൈവത്തിന്റെ ആത്മസാന്നിധ്യം നിനക്ക് അനുഭവിക്കുന്ന വർഷിപ്പ്. അവിടെ താളമൊന്നും വേണ്ട. എന്ന് താളം വേണ്ട, താളം വേണ്ട, നീ ഇട്ടോ, താളം ഇട്ടോ. പക്ഷെ താളത്തിനല്ല അവിടെ പ്രാധാന്യം. പ്രാധാന്യം ആർക്കാം? കർത്താവായ യേശുവിനാണ്. നീ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ദൈവമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് നീ ഇരുന്ന സ്ഥാനം വരെ മറന്നുപോയി. അതുകൊണ്ടാ ദാവീദ് എന്ത് ചെയ്തേ? രാജപദവിയിൽ നോക്കിയില്ല. രാജാവിന്റെ പദവിയെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 3 മാസം ഉഭയദേവന്റെ ഭവനത്തിനകത്ത് ഇരുന്ന് പെട്ടകം ഇരുന്നപ്പോ അവനെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്ടകമായിട്ട് ഞാൻ പോവുക, എന്നെ ദൈവം അനുഗ്രഹിക്കും. എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാര്യം ദാവീദിനത് പറയുവാനുള്ള യോഗ്യതയുണ്ട്. ദാവീദിന്റെ കുടുംബത്തിനകത്ത് 8ാമത്തെ പുത്രനായിട്ട് ജനിച്ചു. അവനെ ഒരു ആട് മേയ്ക്കാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടു. അവനൊരു ദാസന്റെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരന്റെ ജോലി മാത്രമേ അവനുള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ള സേട്ടന്മാർക്കെല്ലാം അവന്റെ സഹോദരങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം അവന്റെ പിതാവും മാതാവും കൊടുത്തിട്ടുണ്ട്. അവരെപ്പോഴും രാജ കുടുംബമായിട്ട ബന്ധം, അവരുടെ ജോലികൾ അങ്ങനെയാണ്. പക്ഷെ ദാവീദിന് അവരുമായിട്ട് ഒന്നുമല്ല ജോലി. ദാവീദ് ദൈവത്തിന് ശമൂവേൽ പ്രവാചകൻ വന്ന് അഭിഷേകം ചെയ്യുമ്പോൾ ഈ 7 പേരെ അപ്പനും അമ്മയും പ്രാധാന്യം കണ്ട 7 പേർക്കും അല്ല പ്രാധാന്യം കൊടുത്തത്. 8ാമത്തെ മകനായ ദാവീദിനെ പറ്റി ആരും പറയുന്നില്ല, അപ്പനും അമ്മയും പറയുന്നില്ല. ശമൂവേൽ പ്രവാചകൻ അങ്ങോട്ട് ചോദിച്ചു, ഇനിയും നിനക്ക് മകനുണ്ടോ? ഈ 7 പേരെ അഭിഷേകം ചെയ്യാൻ ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവം പറയുക, നിന്റെ മകനെയാണ് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു, നിന്റെ കുടുംബത്തിനാണ്. പക്ഷെ 7 പേരെ പിതാവും മാതാവും കൊണ്ട് കാണിച്ചു കൊടുത്തു. പക്ഷെ 7 പേരെയും കണ്ടിട്ട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഇവരെ ഒന്നും അല്ല അഭിഷേകം ചെയ്യാൻ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിനക്ക് മകനുണ്ടോ? അങ്ങോട്ട് ചോദിക്കുക. അല്ലാതെ അപ്പനും അമ്മയും പറയല്ലേ ഞങ്ങൾക്ക് ഇനി ഒരു മോനോട് ഉണ്ടെന്നല്ല പറഞ്ഞു. അവനെ മറന്നുപോയി. പക്ഷേ അവരെ ആരും മറന്നില്ല, ദൈവം മറന്നില്ല. സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ദേശമെല്ലാം മറന്നാലും ഇന്ന് പ്രിയ ദൈവമക്കളെ, ഇന്ന് മകൻ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. നിന്റെ സ്വന്തത്തിനകത്തും ബന്ധത്തിനകത്തും നിന്റെ ദേശത്തിനകത്തും നാടിനകത്തും നിന്റെ നാട്ടിൽ കഴിവുള്ള അനേകരുണ്ടായിരുന്നു. അവരെല്ലാം ദൈവം മറന്നുപോയപ്പോൾ നിന്നെ നീ ഓർമ്മപ്പെടുത്തി നിന്റെ അമ്മയുടെ ഹൃദയത്തിൽ നീ ഉരുവാമെന്ന് നിന്റെ പേര് വിളിച്ചെടുത്തെങ്കിൽ ദൈവം നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. ആ സ്നേഹത്തിലേക്ക് നീ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ
അവനെ കൊണ്ടുപോവാ, അവനെ അഭിഷേകം ചെയ്യാൻ പോകും. സ്തോത്രം. അപ്പോഴാ ദാവീദിന്റെ അപ്പനും അമ്മയും മനസ്സിലാക്കുന്നത്, അയ്യോ അവനങ്ങ് കിടക്കുമല്ലയോ, സ്തോത്രം, മരുഭൂമി കിടക്കുമല്ലയോ, അവൻ ആഗ്രഹം വിളിക്കാൻ പോയിരിക്കുമല്ലയോ, അവനെ എന്ത് ചെയ്യണം, ഇങ്ങനെ വിളിക്കേ. സ്തോത്രം. അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ശമൂവേൽ ബാലനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ അഭിഷേകം കൊമ്പ് എടുത്ത് അവനെ അഭിഷേകം ചെയ്യും. അതാർക്കും മറക്കാൻ പറ്റത്തില്ല. ശമൂവേൽ ബാലന് ദാവീദിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറക്കാൻ പറ്റത്തില്ല. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ തന്നെ വിളിച്ചേക്കുന്നു. പല പ്രതികൂലം നമ്മളായിട്ട് ശ്രേഷ്ഠരായ നമ്മളെ ബന്ധുക്കളുണ്ടായിരുന്നു, നമ്മളെ നാട്ടിലുണ്ടായിരുന്നു, നമ്മളെ സുഹൃത്തുക്കളിലുണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുക്കാത്ത വലിയൊരു ഭാഗ്യമാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എന്തുവാ? ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ, ഞാനും എന്റെ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇന്ന് പകരാതെ ആ ശക്തിയോടെ പാർട്ടിയെ ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എന്റെ കുടുംബം ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എന്റെ തലമുറ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എന്റെ തലമുറ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. എന്റെ തലമുറ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ശത്രുവായ പിശാചേ, നിന്റെ പദ്ധതിയൊന്നും എന്നെ മുൻപത്തെ ജയിക്കത്തില്ല. കാരണം ഞങ്ങൾ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. ആ അധികാരത്തോടെ പാർട്ടി, അധികാരത്തോടെ ദൈവത്തോടെ ചോദിക്കുക, ആ അധികാരത്തോടെ ദൈവത്തിൽ നീക്കുക. നിശ്ചയമായി സ്വർഗ്ഗത്തെ ദൈവമാകുന്നത്. അധികാരത്തോടെ സ്തോത്രം. എന്റെ കഴിവുകളെ, എന്റെ കഴിവ് കേടിനെ കഴിവാക്കി തരുന്ന എന്റെ ദൈവമാണ്. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദാവീദിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ദാവീദ് എന്ത് ചെയ്തു? ആരാധിച്ചു. സ്തോത്രം. നൃത്തം ചെയ്ത് ആരാധിച്ചു. അവനറിയാം അവൻ ഏത് അവസ്ഥയിലാണ് അവനെ രാജാ പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി വെച്ചിരിക്കുന്നത് ഏത് പദവിയാണ് അത് അവന് പൂർണ്ണമായി അറിയാം. അവനെന്ത് ചെയ്തു? ദൈവത്തെ ആരാധിച്ചു. അടുത്തത് പെട്ടെന്ന് വായിക്കും. സ്തോത്രം. കണ്ടോ? അവൻ ഭവനത്തിലേക്ക് വന്നപ്പോൾ അവനെ ആക്ഷേപിച്ചു. ആരെ? മീഖാൽ, അവന്റെ ഭാര്യ, ശൗലിന്റെ മകൾ അവനെ ആക്ഷേപിച്ചു. അവൻ പറഞ്ഞു, ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കുവാൻ അല്ലെങ്കിൽ സ്തോത്രം നിന്റെ പിതാവിനും മേലായി രാജാവായി അഭിഷേകിക്കാൻ എന്റെ ദൈവത്തെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, മറന്നു കളയുവാൻ കഴിയത്തില്ല. ഇന്ന് പല ദൈവത്തോട് പറയുന്നതാ, നിങ്ങളെ അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് വില കൊടുത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ അവസ്ഥ മാറ്റിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അവസ്ഥ മാറിയത്. സ്തോത്രം. ഇന്നത്തെ ജനറേഷനോട് പറയുക, ദൈവജനത്തോട്, ദൈവസഭയ്ക്കകത്തിരിക്കുന്ന പുതിയ ജനറേഷനോട് ഞാൻ ഇന്ന് വിളിച്ചു പറയുക, ഊത് പറയുക, ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകളൊന്നും എന്റെ കുടുംബത്തിൽ ഇല്ലായിരുന്നു. നിന്റെ പിതാക്കന്മാര് ദൈവത്തെ അറിഞ്ഞപ്പോൾ ഈ പെട്ടകത്തെ ചുമക്കേണ്ട രീതിയിൽ നിന്റെ ഭവനത്തിലേക്ക് ചുമന്ന് അകത്തുകൊണ്ട് വെച്ച് ആ പ്രമാണത്തെ അനുസരിച്ചതുകൊണ്ട് നിന്റെ തലമുറയെ അനുഗ്രഹിച്ചു. ഇന്നത്തെ ജനറേഷൻ ഇത്രയും അനുഗ്രഹം കിട്ടാൻ കാരണം അന്നത്തെ പിതാക്കന്മാര് വില കൊടുത്തതുകൊണ്ട്, ആ പിതാക്കന്മാര് വില കൊടുത്ത് കർത്താവിനെ കൊണ്ട് ഇന്നത്തെ ജനറേഷൻ ഈ നന്മ കിട്ടിയത് മറന്നുപോകരുത്. പറഞ്ഞതുപോലെ ഇനി ശൗലിന്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇസ്രായേലിന്റെ രാജാവായി പറഞ്ഞത് ദൈവം എന്നെ ആട്ടിലെ അവസ്ഥയിൽ മാറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നത്
Glory, 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 glory. വിശ്വാസത്തിന്റെ ശക്തിയാണ്. അവനെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവസന്നിധി വന്നപ്പോൾ ഒരു തുണി മാറിയെടുക്കാനില്ല, ആഹാരമില്ല, പട്ടിണിയാണ്, പ്രതികൂലമാണ്, പ്രയാസമാണ്. അവിടുന്നെല്ലാം നീ ദൈവത്തെ സേവിക്കേണ്ട രീതി സേവിച്ചപ്പോൾ, ദൈവത്തെ ആരാധിക്കേണ്ട രീതി ആരാധിച്ചപ്പോൾ അതെല്ലാം മാറ്റി ഇന്ന് നിനക്ക് ഏത് ഉടുക്കണമെന്ന് അറിയത്തില്ല, ഞാൻ എന്താഹാരം കഴിക്കണം എന്നറിയത്തില്ല. ആ രീതിയിലേക്ക് ദൈവത്തിനെ ഉയർത്തിയപ്പോൾ നീ ആ ദൈവത്തെ മറന്നുപോയോ? ഇന്ന് പിതാക്കന്മാര് ആ ദൈവത്തിന് വേണ്ടി മൂന്നാം തലമുറ നാലാം തലമുറയിലേക്ക് ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉയർച്ച ഭാവിച്ചുകൊണ്ടിരിക്കുന്നത് നീ മറന്നുപോയത്. ഏതെല്ലാം രാജ്യത്തിൽ നീ കാലുകൊടുത്താലും, ഏതെല്ലാം രാജ്യത്തിൽ നാട്ടിലെ കുടുംബത്തിനകത്ത് വന്നാലും പിതാക്കന്മാരെ അറിഞ്ഞുപോയോ? ആ ദൈവത്തെ മറന്നുപോയത് കാര്യം ആ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് ബലഹീനങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ദാവീദിനെ ദൈവം വെറുക്കാതെ വീണ്ടും വീണ്ടും ദാവീദിനെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ കാര്യം ദാവീദ് വന്ന വഴി മറന്നിട്ടില്ല. അവേ പ്രിയ മക്കളെ, നമ്മളെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ കൊണ്ടുവന്നത് ഒരിക്കലും വിധിയല്ലേ, മറന്നു പോകരുത്. ഇന്ന് അന്തസ്സോടെ തലയുയർത്തിയാണ് നമ്മൾ ജീവിക്കുന്നത്, തല താഴ്ത്തിയാണ് ജീവിക്കുന്നത്. എവിടെങ്കിലും തല ഉയരാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ? എവിടെങ്കിലും നിനക്ക് കുറവ് വരുത്തുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് കുറവ് വരുന്നുണ്ടോ? ആ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആ വന്ന ദൈവത്തെ മറക്കാൻ പറ്റുമോ? സ്തോത്രം. അടുത്ത ഒരു വാക്യോടൊന്ന് വായിക്കാം. അത് അമികാലി ശൗലിന്റെ മകളോട് പറയുക, ദാവീദിന്റെ ഭാര്യയോട് ദാവീദ് പറയുക, എനിക്ക് ഒരിക്കലും ആരാധനിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? എന്നെ വിളിച്ചു വന്ന ദൈവത്തെ എനിക്കറിയാം. അടുത്തത് കണ്ടോ, നമ്മളെ പ്രശ്നമായി ഇവിടെ പറയുന്നത്. നമുക്ക് പലപ്പോഴും പലരും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ നാമം ഉയർത്തുമ്പോഴും കർത്താവിന്റെ നാമത്തിനെല്ലാം നിൽക്കുമ്പോഴും ഇത്രയെല്ലാം ഉപകാരം ചെയ്ത് ഇത്രയെല്ലാം കൊണ്ടുവന്ന ദൈവത്തെ നമ്മൾ ഉയർത്തുമ്പോഴും നമ്മൾ പലപ്പോഴും നോക്കുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ, മറ്റുള്ളവരെ കാണും. ദാവീദ് ചോദിക്കുക, നിന്റെ ദാസിദാസന്മാരല്ല എന്റെ കാര്യം നോക്കുന്നത്, എന്റെ കാര്യം നോക്കുന്ന ആരാ? എന്റെ കർത്താവായ യഹോവയായ ദൈവമാണ്. ഞാൻ ഇന്ന് ഇവിടെ ദൈവം എന്നെ കൊണ്ടുവന്നത്, യഹോവയായ ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്, അല്ല നിന്റെ ദാസിദാസന്മാരല്ല എന്നെ കൊണ്ടുവന്നത്. ഇവരെ നോക്കാനല്ല. നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, അവർക്ക് വല്ലതും തോന്നും, ഇവർക്ക് വല്ലതും തോന്നും. കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ അവർക്കും ഇവർക്കും ഒന്നും അല്ല നോക്കണ്ടേ, നിന്റെ ഹൃദയമാണ് അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ. കാര്യം എന്തുവാ? നിന്നെ ദൈവം വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണ്, കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ വേണ്ടി. അവിടെ കർത്താവിന്റെ നാമത്തെ താക്കാനല്ല, ഉയർത്തുവാൻ. എവിടെ ചെന്നാലും തല ഉയർത്തി പറയണം, എന്റെ ക്രിസ്തു എനിക്ക് തന്നെന്ന് പറയണം. അതിനാ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ നീ തല ഉരിക്കാനല്ല. അതിന്റെ അടുത്ത് അതിനുള്ള ശിക്ഷയോട് കൊടുക്കുന്നുണ്ട് ശൗലിന്റെ മകൾക്ക്. അടുത്തത് വായിക്കാം. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ല. അവളിൽ നിന്ന് വന്ന കുഞ്ഞല്ല. അതേകാലം ദാവീദിന് പകരം ആ ദാവീദിന്റെ തലമുറയിൽ ആ സ്തോത്രം രാജാവായിരുന്നു. സ്തോത്രം അവളിൽ നിന്നല്ല. ദൈവം അവളെ എന്ത് ചെയ്തു? അവളെ ഗർഭപാത്രം അടച്ചു. കുഞ്ഞുങ്ങളില്ല. ആരുടെ നാമത്തെ ദുഷിച്ചതുകൊണ്ട്? കർത്താവിന്റെ നാമത്തെ ദുഷിച്ചതുകൊണ്ട്. സ്തോത്രം. ആരാധന എന്ന് പറയുന്നത് സ്തോത്രം ദൈവസ്ഥലിൽ വരുമ്പോൾ കാണിക്കുന്ന സ്തോത്രം താളത്തിനനുസരിച്ച് ചാടുന്നതല്ല ആരാധന, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ആരാധന. ഇന്ന് പല പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ സ്തോത്രം പല നേതൃത്വന്മാർക്കോ ലീഡർമാർക്കോ തെറ്റുപറ്റിക്കോങ്കിൽ തിരിച്ചറിഞ്ഞു. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനപ്രകാരം പറഞ്ഞിരിക്കുന്ന ആരാധന എന്ന് പറയുന്നത് നൃത്തം ചാടുന്നതോ ഡാൻസ് കളിക്കുന്നതല്ല ആരാധന, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് ആരാധന.
ചിലപ്പോ നീ ചാടും, ചിലപ്പോ നീ ഓടും, ചിലപ്പോ ആത്മാവിൽ നിറയെ നിനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ തേജസ്സിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ആരാധിക്കും. നീ അടുത്തിരിക്കുന്നവനെ നോക്കത്തില്ല. ആരാധിക്കുമ്പോൾ ആരെ നോക്കത്തുള്ളൂ? ക്രിസ്തുവിനെ നോക്കത്തേ ഉള്ളൂ. നിന്റെ ശരീരത്തിനകത്ത് ബലഹീനങ്ങൾ കാണും, രോഗങ്ങൾ കാണും, അതൊന്നും നീ കണക്കൂട്ടത്തില്ല. ആരാധിക്കുമ്പോൾ കാര്യമോ നീ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നു, ജഡത്തിലല്ല. ഇന്ന് ജഡത്തിൽ ആരാധിക്കുന്നത് പഠിപ്പിക്കുന്നത്. ജഡത്തിൽ ആരാധനയല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് ആത്മാവിന്റെ ആരാധനയാണ്, ജീവനുള്ള ആരാധനയാണ് ദൈവത്തിന് വേണ്ടത്. ആ ആരാധനയെ പറ്റി അറിയത്തില്ലെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു. പെട്ടകത്തിന്റെ ഫ്രണ്ടിൽ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് എന്നെ കൊണ്ടുവന്ന ദാവീദിന് തിരിച്ചറിഞ്ഞു. ദാവീദ് പറഞ്ഞു, അംഗീകരിക്കാൻ പറ്റത്തില്ല, രാജ പദവിയൊന്നും എനിക്കൊരു വിഷയമല്ല, അതിലും വലിയ വിഷയമാണ് എനിക്ക് ആരാധന. ഞാൻ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും. കാര്യം ആടിനെ മേച്ചിരുന്നതിനെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവമാണ്. ആ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ മറ്റുള്ളവരെ വേണ്ടി അല്ല ആരാധിക്കുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ആരാധിക്കുന്നത്. എന്റെ ദൈവത്തെ ആണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം വിളിച്ചറിഞ്ഞ ആരാധിക്കുന്നത്. ആ ആരാധനയെ ഒരു ശക്തിക്ക് വേണ്ടി ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ അനേകർ നിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി വരും. സൂക്ഷിച്ചുകൊള്ളണം. നിങ്ങൾ ന്യായപ്രമാണത്തെ മനസ്സിലാക്കിയവരായിരിക്കണം, വചനത്തെ മനസ്സിലാക്കിയവരായിരിക്കണം. നിങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ആര് നോക്കും? അനേകം നോക്കും. പക്ഷെ നിങ്ങൾ വഴിതെറ്റിപ്പോകല്ലോ. അത് അന്തിമ കാലത്തിന്റെ ലക്ഷണം. സ്തോത്രം. ഇന്ന് പല പ്രവചിച്ചത് പലരും പ്രസംഗിച്ച വ്യക്തികളാണ് ഇന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും പറഞ്ഞു അതിലേക്ക് പോകല്ലേ. ആരാധന നീ രുചിച്ചറിയുവാനുള്ളതാ. അതെങ്ങനെയാ? എന്റെ ഹൃദയം കൊണ്ട് അവൻ രുചിച്ചറിയുവാനുള്ളതാ. ഹൃദയം കൊണ്ട് രുചിച്ചറിയുമ്പോൾ നിന്റെ ശരീരത്തെ രുചിച്ചറിയാൻ പറ്റും. അല്ലാതെ ജഡത്തിൽ വരുന്നതല്ല ആരാധന. സ്തോത്രം. ഇത് പുതിയ നിയമത്തിനകത്ത് പഠിപ്പിക്കുന്നതിലേക്ക് വരാം. അടുത്ത ആഴ്ച വരാം. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിലേക്ക് ഒന്ന് പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാം. ഇന്ന് പകല് ഒരു അനുഗ്രഹമാക്കട്ടെ. ആരാധനയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിനകത്ത് രുചിച്ചറിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം രുചിച്ചറിയട്ടെ. അവൻ ജഡപ്രകാരം കാണിക്കുന്നതല്ല ആരാധന, ജഡപ്രകാരം ജീവിക്കുന്നതല്ല ആരാധന, ആത്മാവിൽ നിറയുന്നത് ആരാധന, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നത് ആരാധന. ഇന്ന് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന് പകരം വ്യാപരിക്കട്ടെ. ഓരോ കുടുംബത്തിലേക്കും ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ആരാധന വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ആരാധന വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവജ്ഞാനമായിട്ടുള്ള ബന്ധം ആരാധന, പരിശുദ്ധാത്മാവ് ജ്ഞാനമായിട്ടുള്ള ബന്ധം ആരാധന, പരിശുദ്ധാത്മാവ് യേശുവിനുമായിട്ടുള്ള സംസാരം ആരാധന. നമ്മ ആരാധനയിൽ എനിക്ക് വിടുതലുണ്ട്. ആരാധനയിൽ ചില ചെങ്ങലകൾ പൊട്ടി, ആരാധനയിൽ ചില ചെങ്ങലകൾ പൊട്ടി, ചില വാദങ്ങൾ ഒഴിഞ്ഞതുപോലെ ഇന്ന് പല ആരാധനയിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ചില കുടുംബത്തിനകത്ത് ഉയരത്തിലുള്ള വാദിക്കുന്ന ഉയരത്തിലുള്ള വാദിക്കുന്ന ചില ചെങ്ങലകൾ ഇന്നോട് പിടിച്ചവരെ മാറ്റാൻ പോവുക. ദൈവത്തെ വെളിപ്പെടാൻ പോവുക. ദൈവത്തെ വാസ്തവമായി വെളിപ്പെടാൻ പോവുക. ദൈവത്തെ ആലോചന വെളിപ്പെടാൻ പോവുക. ദൈവത്തെ ആലോചന വെളിപ്പെടാൻ പോവുക. ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകരം കടന്നത്. ഓരോ